അലക്കാൻ പോവാ. കുറച്ചവിടെ ഇട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷർട്ടിങ് തന്നെ. ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ട് എടുത്തോട്ടെ. കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഓ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകാൻ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ചെല്ലു, ഒരു ചായ ഇട്ടുകൊണ്ടുവാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ? ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. എന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹം ഇല്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി. മുമ്പ് ഇറങ്ങണം. മാത്രമല്ല, ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല. പ്രസവത്തിനാണെങ്കിലും അവളോട് ഇന്ന് പോകാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല, ദൂരവും കൂടുതലല്ലേ. ഇന്നത്തെ കാലത്ത് ദൂരം ഒരു പ്രശ്നമാണോ? ഹേ,
നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നേ, പ്രസവം ഇവിടെ ആക്കിയാലെന്താ? അവിടെ ഗീതയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ച് നാട്ടുനടപ്പ് നടത്തണ്ടെന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനും ഉണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. അയ്യോ, അതല്ല പറഞ്ഞത്. അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ. ഞാൻ വരുന്നേ. അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടനാ. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് റെഡിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്തിയാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം. ദേഹം അനങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. മോളതൊന്നും കേക്കണ്ട. ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ആ ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം. അല്ലെങ്കിലും എന്റെ പരീക്ഷ പോലെ അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ? അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും. പറ്റും. അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥ് പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലേ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ. മോള് സമയമാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോൾ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ. അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കേലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. ആ പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം. അതൊക്കെ അമ്മ നോക്കിക്കോളാം. വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ. ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ? ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കുള്ളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാബാ, 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വാ, സൂക്ഷിച്ചാൽ കയറ, സാരി ഒന്നും കുത്തിക്കരുത്. അപ്പൊ പൈസയുടെ കാര്യോ? ആള് കയറട്ടോ. ഒരു ഓട്ടോ കൂടെ വേണ്ടി വരൂ. എന്തിന്? ഇനിയും കയറില്ല, 7 എണ്ണം വേണമെങ്കിൽ. അമ്മേ ഭഗവതി. അച്ഛാ, നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ? കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം. ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കൊന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ അറിയാൻ വയ്യാത്തവരൊന്നും തുടണ്ടാന്ന്. എന്താ ഞാനിതൊന്നും കണ്ടിട്ടില്ലേ? അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങ് സഹിക്കുക. വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നൊന്നുമല്ലല്ലോ. എനിക്ക് വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടിട്ടില്ല. രമേ, കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ. രാജാവ് പറഞ്ഞു, ധർമ്മിഷ്ഠൻ മുനിരാജാവിനാൽ ശപിക്കപ്പെട്ടതെന്തിന്? നടുവകത്തെ അയലിന്മേൽ വെള്ളത്തുണി ഞാത്തിയിടും. പഞ്ഞി കൊണ്ട് മീശയും താടിയും വെക്കും. നിഴൽ നാടകം. അമ്മയാണ് എന്നും കാഴ്ചക്കാരി. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോൾ കാലൂന്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല. ഇത്രയും കാലം അഭിനയിച്ച ഏട്ടൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടം അത് തന്നെ. ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സഹായം. അല്ലേ? എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ ഈ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട.
ഇന്ദു അവിടെ നിൽക്കാൻ. ഇന്ദു, ഇന്ദു താ പ്രേമനോട് വഴക്കിട്ട് പോന്നു. ഒന്ന് വിളിച്ചേ. ഇന്ദു. ഇവിടെ ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട. ശ്ശോ, എന്നാ ഈ അകത്ത് ഒരു ചായ എടുക്ക്. ചെല്ല്. എന്താ മോളെ ഒറ്റയ്ക്ക്? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേറി ചെന്നൊന്നല്ലല്ലോ. എന്നെ എന്റെ വീട്ടുകാരും കൊച്ചാക്കാനാ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്നത് എനിക്കും ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലമുണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേരെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്. ഇതെന്താ? ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. അപ്പയ്ക്കോ എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ? എന്താ ഇവിടെ വഴക്കിട്ട് വന്നിരിക്കുകയാണോ? ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ? പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ? അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്? അയ്യോ, അതിന് ഇങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്. അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ? തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുരളി, അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല, പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. അതിന് വളം വെച്ചു കൊടുത്താ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് അമ്മയ്ക്കറിയോ? അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിനെ ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്. ചേട്ടൻ ഇത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നേരം കളയാതെ ചെല്ലേ. ഏതായാലും വന്ന നിലയ്ക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ. അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ, പ്രേമനോ? ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു പോയിക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ? കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അവള് പാവാ. ശരി, എന്നാ അങ്ങനെ ആട്ടെ. അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്. മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോള് തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയാക്കാം. വേണ്ട വേണ്ട. പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളുന്ന അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഇന്ദുവിനെ വിളിച്ചോണ്ട് വന്നില്ലേ, അതുപോലെ ശിവൻചേട്ടൻ വരട്ടെ എന്നെ കൊണ്ടുപോവാൻ. പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവും അവന്റെ അമ്മയല്ലേ. അമ്മേ, പണ്ടത്തെ അമ്മായിയമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ച് നടക്കുവോ? നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അതിനാരും പേടിക്കണ്ടല്ലോ. ആ. ഇത് 500 രൂപയല്ലേ ഉള്ളൂ? അതെ. എല്ലാ മാസവും 1000 രൂപയല്ലേ നീ തരാറ്? അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ.
നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഉണ്ണിയെ? അറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ ചില 500 രൂപ തന്നത്. ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. ആ അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് ഇവക്ക് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. കളിയാക്ക ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ. ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. പഴയ പോലൊന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ദേ ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തേ? പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തിയത്. ആ, അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ അതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി ദേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ കുറെ ആൾക്കാരും. എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. അറിയാൻ വേണ്ടി നീ തന്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല. ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ. ഞാനൊന്നുറക്കെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കുറച്ചിലാണല്ലേ? ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചിലുണ്ടായില്ല? ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം. അവള് നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അതും അവനോട് ഇല്ലാത്തപ്പോ. ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച് കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്? 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിൽ അവന് 500 രൂപ തരുന്നു. അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമം കിട്ടുന്ന മുഴുവൻ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ നോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്. പഠിപ്പിച്ച് വലുതാക്കി കാര്യമൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ 2 എണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കാണുന്നോ? മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000-ന് വരെ 500 രൂപ അവൻ 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന് നിന്റെ പെങ്ങൾ തിരിച്ചു പോവോ? വേണ്ട. നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ എന്നെ കൊണ്ട് കഴിയും. ഡേ, ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്.